അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ നിന്നാണ് ഇൻട്രൊഡക്ഷൻ തരുന്നത്? കൊച്ചിയിൽ നിന്ന് എൻ്റെ PG എന്നിട്ട് ഞാൻ ഇൻട്രോ ചെയ്യുന്നത്. കാരണം ഇന്ന് PGക്ക് വന്നിട്ട് ബുധൻ, വ്യാഴം, വെള്ളി, ശനി 5ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് വീക്ക്ലി ഓഫ്, സൺഡേ ഓഫ് തന്നിരിക്കുന്നത്. കാരണം കുറച്ച് ദിവസമായി ഞാൻ അവിടെ പോയി വെറുതെ ഇരിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കുറച്ച് തിരക്കിലും ലാഗിലും കാര്യങ്ങളൊക്കെ ആയ കാരണം ആ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾക്ക് ഓഫ് കിട്ടിയ കാരണം കൊണ്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. അപ്പോൾ കുറച്ച് അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് യൂണിഫോം തിങ്കളാഴ്ച കിട്ടും. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, പിന്നെ വീട്ടിലേക്ക് എൻ്റെ റൂമൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ ഒന്ന് കറങ്ങാനും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കണം. ഞാനൊരു ടീഷർട്ട് പാൻറ്റ് മാത്രം ഇട്ട് കൊടുത്തായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം പുറത്ത് തെണ്ടാനല്ലേ പോകുന്നത്. സോ ഇത്ര ഒരുക്കം മതി എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറെ 2 ആൾക്കാരും കൂടെ ഉണ്ട്. ഞാൻ അവരെ കാണിച്ചു തരുന്നുണ്ട്. അവരോട് ചോദിക്കട്ടെ കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത് കേട്ടോ. കാണിച്ചു തരാൻ പറ്റുകയൊക്കെ ചെയ്യും, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഞാനും അവർ 2 ആൾക്കാരും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം ഗൈസ്. ഇത് ഞാൻ ഇന്നലെ കഴുകി വെച്ചാണ് കേട്ടോ. ഉള്ളിൽ ഫുള്ള് ചളി. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കാൻ വെച്ചതാണ്. സോ ഗൈസ്, ഞങ്ങൾ പോവാൻ വേണ്ടി പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റേ സാധാരണ ഒറ്റക്ക് ഇങ്ങനെ വ്ലോഗ് എടുക്കുമ്പോൾ വലിയ മടിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇത് പുതിയ ആൾക്കാരെ കൂടെ എടുക്കണമെങ്കിൽ ചെറിയ മടിയൊക്കെ ഉണ്ട്. കാര്യമൊക്കെ ഉണ്ടാ, അത് വേറെ കാര്യം. അപ്പോൾ ഞങ്ങൾ കാലടിക്ക് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ ഊബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഊബറിലോട്ട് പോകും. അല്ല, ഊബറിലോട്ടല്ല, ഊബർ കൂടെ കാലടി പോകും. അതാ ഉദ്ദേശിച്ചത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദി ബ്രെയിൻ ഫുഡ് എന്ന് പറയാറില്ലേ? അപ്പോൾ ബ്രെയിൻ ഫുഡ് തപ്പിയുള്ള നടത്താണിത്. ഞങ്ങൾക്കൊരു കട ഉണ്ട്, ഹോട്ടൽ തനിമാറിനിട്ട്. ഞങ്ങൾ അവിടെ കയറാറ് കേട്ടോ. അവിടെ കുഗ്രാമം എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ ഒരു ഹോട്ടലും ഇല്ല. ഉള്ളതിൽ ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത് നല്ല ടേസ്റ്റുള്ളതും വൃത്തിയുള്ളൊരു ഹോട്ടലാട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട് കയറി ഞങ്ങളൊന്നും ചിന്തിക്കണ്ടേ. ഗൈസ്, ഞങ്ങളിവിടെ വന്നാൽ സാധാരണ എല്ലാ കടയിലും നെയ്റോസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇവിടെ അതില്ല. ആകെ ഉള്ളത് അപ്പം, പുട്ട്, ഇടിയപ്പം, പൊറോട്ട, പിന്നെ കടലക്കറി, മുട്ടക്കറി, മീൻകറി, വെജ് കുറുമ. ഈ സാധനങ്ങൾ ഉണ്ടാവും. അവിടെ ലേഡി സ്റ്റാഫിന് ആവശ്യമാണെന്ന് പറയുന്നത്. ഞങ്ങൾ മിക്കവാറും ഇവിടെ വരും. അതാകുമ്പോൾ നമുക്ക് അടുത്തുമാണ്. ആ റേറ്റും ഉണ്ടാവും. ഞങ്ങൾക്ക് റേറ്റ് അല്ല, സാലറി അത് ഉണ്ടാവും. കാരണം എന്തായാലും എയർപോർട്ടിൽ പോയിട്ട് ആ പണി ചെയ്യാൻ പോകുന്നത്. അത് പിന്നെ ഇവിടെ ചെയ്താൽ പോരെ. എന്നതിനെ കുറിച്ച് സമാധാനമെങ്കിലും ഉണ്ടാവുക. പണിക്കാണല്ലോ വന്നിക്കണം എന്നുള്ളൊരു സമാധാനം. അപ്പോൾ ഞങ്ങളെല്ലാവരും പുട്ട് ഓർഡർ ചെയ്തു. പിന്നെ ഞാനും ഇവളും മുട്ടക്കറിയും, മറ്റവൾ മീൻകറി. അവൾക്ക് മീൻകറി ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഫുഡ് രസാട്ടോ. അതുകൊണ്ട് അവൾ ഇടക്കിടക്ക് വരുന്നത്. ഇങ്ങനെ പോയാൽ ഞങ്ങൾ മാസം സാലറിന്നൊരു അതെ 10% ഇവിടെ കൊടുക്കേണ്ടി വരും, 10% വീട്ടിക്കും. അവസാനം ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പോക്കിലാണ് ഇപ്പോൾ. ഇവിടെ പിന്നെ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ സാധനം വരും. ഞാൻ പുട്ട് മുട്ടക്കറി, അളകനന്ദ പുട്ട് മുട്ടക്കറി, അനഘ പുട്ടും മീൻകറിയാണ് കേട്ടോ. അവൾക്ക് അവിടുത്തെ മീൻകറി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ മീൻകറിയുടെ ഫാനായി അവൾ. അതിന് വേണ്ടി പുട്ട് കഴിക്കും. അപ്പോൾ അവിടുത്തെ പുട്ടായാലും ശരി, കറികളായാലും ശരി, നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ അവിടുത്തെ ചായ, അവിടെ എല്ലാവർക്കും ഷുഗർ പേഷ്യൻസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ചായയിൽ മധുരേ ഇടൂല. അപ്പോൾ പിന്നെ എക്സ്ട്രാ പറഞ്ഞ് മധുരം ഇടിപ്പിക്കേണ്ട അവസ്ഥയാണ്. അത് കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞാൽ മധുരം ഇട്ട് തരും. അപ്പോൾ അതുകൊണ്ട് മധുരമുള്ള ചായയും കടിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. കുറച്ചധികം സാധനങ്ങൾ മേടിക്കാണ്ട്. കുറച്ചധികം മീൻസ് ഞങ്ങൾക്ക് അവിടെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കുഗ്രാമത്തിൻ്റെ പോലെ ആയ കാരണം കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു കടയില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ, 5 കിലോമീറ്റർ അപ്പുറത്ത് വേണം പോവാണ്, കാലടി പറഞ്ഞ സ്ഥലത്ത്. അവിടെ പോയിട്ട് ആദ്യം ഇവർക്ക് യൂണിഫോമിന് ജീൻസിൻ്റെ പാൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ജീൻസിൻ്റെ പാൻറ്റ് മേടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ ഒരുപാട് ഡ്രസ്സുകൾ കണ്ടു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് വില ഉണ്ടായിരുന്നു. അവിടെ എനിക്കൊരു പണി ഉണ്ടായിരുന്നു, എടുക്കാണ്ടായിരുന്നില്ലല്ലോ. 2 ആൾക്കാരും പാൻറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോയിക്കണം. എനിക്കാണ് പ്രത്യേകിച്ച് പാൻറ്റ് ട്രൈ ചെയ്യാനുള്ള പാൻറ്റ് ആവശ്യമില്ല. എനിക്ക് ഷൂവും കാര്യങ്ങളും മാത്രമേ മേടിക്കാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി പോകണം. പക്ഷെ എനിക്കവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതിരിക്കുകയാണ്. എന്നാലും എത്ര ആയാലും പെൺകുട്ടികളല്ലേ, ഒന്നാ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുമോ? എല്ലാത്തിനും 600-500 ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഓക്കെ, പൈസ ഉണ്ടാവട്ടെ, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾക്ക് ഷൂ മേടിക്കാണ്ടായിരുന്നു. എല്ലാവർക്കും ഷൂവിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെരുപ്പ് ഷൂ ഒക്കെ തപ്പി. പിന്നെ കഴിഞ്ഞിട്ട് പാത്രങ്ങൾ മേടിക്കാണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാൻ വിചാരിച്ചു. ഡെയിലി ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടത് ശരിയാവില്ലല്ലോ. അപ്പോൾ പാത്രവും ഗ്ലാസും കാറിലൊക്കെ മേടിക്കാണ്ടായിരുന്നു. പിന്നെ കത്തി, അങ്ങനത്തെ കുറച്ച് അത്യാവശ്യം ഐറ്റംസ്. ഞങ്ങൾ കുക്കറൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞങ്ങൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മെല്ലെ ഒഴിവാക്കി. ഞങ്ങൾ ജസ്റ്റ് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പാത്രവും പിന്നെ ഗ്ലാസും പിന്നെ അതിൻ്റെതായ അത്യാവശ്യമായിട്ടുള്ള ഞങ്ങൾ കത്തിയും സ്പൂൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക്
പിന്നെ പ്രത്യേകിച്ചൊന്നും മേടിക്കാണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം നടന്നു. പിന്നെ ഞങ്ങൾ ഊബർ വിളിച്ചു നടക്കാൻ വയ്ക്കില്ല, കാരണം 5-6 മണിക്കൂറുണ്ട്. അതിൻ്റെ ഇടക്കാണ് ഫാൻസി കയറണമെന്ന് ഓർമ്മ വന്നത്. കാരണം നമുക്ക് ബണ്ണും പിന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടെന്ന്, എനിക്കൊരു സ്പ്രേയും മേടിക്കാണെന്ന് കേട്ടോ. നല്ല മണം വേണ്ട ആൾക്കാർ വരുമ്പോൾ, അല്ലാതെ നാറിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാ പാക്കും കഴിഞ്ഞ് ഊബർ ബുക്ക് ചെയ്തിരുന്നു. ഊബർ കാത്തിക്കട്ടെ ഞങ്ങൾ. അങ്ങനെ ഊബർ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അതിൽ കയറി അങ്ങോട്ട് പോയി. ഇതിൻ്റെ കൂടെ നിൽക്കുന്ന വേറെ 2 ആൾക്കാരുണ്ട് പറഞ്ഞില്ലേ, അതിലാ 2 ആൾക്കാരാണ് കേട്ടോ ഇത്. ഒന്ന് അളകനന്ദിയും ഒന്ന് അനഘയും. ഞങ്ങൾ 3 ആൾക്കാരാണ് എല്ലായിടത്തേക്കും പോയി വരാറ്. ഗൈസ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. 10 വയസ്സൊക്കെ കഴിയാതെ ഞങ്ങൾക്കൊക്കെ ഒരൊറ്റ ഉറക്കം. ചെറിയ ഗൈസ് ഷോപ്പിംഗ് കഴിഞ്ഞു റൂമിലെത്തി. ഇനി ഒരൊറ്റ ഉറക്കം, നല്ല ഉറക്കമല്ല എന്താ അറിയില്ല. അപ്പോൾ നമ്മൾ കിടക്കണു, ഉറങ്ങണു. ഇന്ന് നീറ്റിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ. ബാക്കി അലക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതിനൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഉറങ്ങി നീട്ടിയതിന് ശേഷം കാണാം ഗൈസ്. ബൈ. ഞാൻ വീട്ടിൽ നിന്ന് ഈ പാത്രം കൊടുക്കുന്നത് വെറുതെ അല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഉണ്ടായി അവരൊക്കെ പുതിയ പാത്രം മേടിച്ചിട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പാത്രം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഉറങ്ങി നീറ്റ് ഉറങ്ങാൻ പോകാണ്ട് വെറുതെ കിടന്നു വന്നിട്ടുള്ളൂ. ഉറങ്ങിയില്ല, ഓളുറങ്ങിയതോടെ ഞാനും ഇവിടെ നിന്ന് ഉറങ്ങിയിട്ടല്ല. ആദ്യം മേലെ കയറി ഉറങ്ങാൻ കയറി പോയത്. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ ഫോണിൽ കളിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോ മന്തി കഴിക്കാൻ പോണീ പാത്രം കഴിക്കട്ടെ ഗൈസ്. സെപ്പറേറ്റ് ചോറ്, സെപ്പറേറ്റ് മയോണൈസ്, എന്താണ് പിക്കിൾസ് യു നോ, ആൻഡ് ടൊമാറ്റോ സോസ് എല്ലാം സെപ്പറേറ്റ് ആണ്. നമ്മൾ കഴിക്കാൻ പോവാണ്. ഇത് ലെഗ് പീസാണ് കേട്ടോ. ലെഗ് പീസാണ് എൻ്റെ വിശ്വാസം. എടി പോടി, ഇത് ചെസ്റ്റ് പീസ്. ഓൾ ലെഗ് പീസ് കണ്ടെത്തല്. അത് ലെഗാ, കുഴപ്പമില്ല, നമ്മൾ ചിക്കനായാൽ മതിയല്ലോ. ഗൈസ് മന്തി കുറേ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് രാത്രി ഒരു അച്ചാർ മേടിച്ചിട്ട് വരാം. എന്നിട്ട് മന്തി അച്ചാർ മതി. ഞങ്ങളൊന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. 260 രൂപക്ക് മന്തി മേടിച്ചിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഭയങ്കര ചൂട്. മയോണൈസൊക്കെ വെള്ളം പോലെ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, കട്ടിക്കുള്ള മയോണൈസ് കഴിക്കാൻ. എനിക്കെൻ്റെ നാട് മിസ് ചെയ്യുന്നു. മൈ നാട്. പണ്ടൊക്കെ ഞാൻ വീട്ടിലാവുമ്പോൾ ലെഗ് പീസിന് വേണ്ടി തല്ലുകൂടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ലെഗ് പീസിന് വേണ്ടി 2 ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ എന്നടി ലെഗിൻ്റെ ആളാണ്. ഒരാൾ ചെസ്റ്റ്, 2 ആൾക്കാർ ലെഗിൻ്റെ ആൾക്കാരാണ്. അപ്പം ഞാൻ വിട്ടു കൊടുത്തു. ബന്ധങ്ങളെക്കാൾ വലുതാണോ കാല്? മന്തി കഴിക്കണേ, തരുത്തി പോയി ഒക്കെ കൊള്ളാവും. കഴിച്ചിട്ട് കാണാം ഗൈസ്. മന്തി കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത പരിപാടി ഉമ്മച്ചൻ്റെ ഫേസ് പാക്ക് പ്രൊമോഷനാണ്. ഞാൻ എല്ലാവർക്കും ഉമ്മച്ചൻ്റെ ഫേസ് പാക്ക് പറഞ്ഞു കൊടുത്തു. സ്റ്റിക്കർ ഇല്ല കേട്ടോ, സ്റ്റിക്കർ ഉണ്ടാവാറുണ്ട്. ഇത് എനിക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ. അന്ന് ന്യൂ ഇയർ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് പാക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഇല്ല, സ്റ്റിക്കറുള്ളത് വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെ ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കണം. എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരാൾക്ക് ഓയിലി സ്കിന്നാണ്, ഒരാൾക്ക് ഭയങ്കര പിമ്പിൾസ് ഉള്ള സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി പോവാണ്. മറ്റു 2 ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇടാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മൾ ഈ ഫേസ് പാക്ക് ലൈറ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ, വലിയ കട്ടി ഇടണ്ട. അതെ, ഓള് വാരിക്കോരി ആവേശത്തിൽ തേച്ചിക്കണ്. ഞാനും ഭയങ്കര ലൈറ്റായിട്ട് ഗൈസ് മുഖത്ത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു ഗൈസ്. ബാക്കിൽ എത്തിയിരിക്കുന്നുണ്ട് കേട്ടോ, ഓള് വലിയ മെയിൻ്റ് ആക്കണ്ട. ഇങ്ങനെ സെൻസർ ബോർഡ് വെക്കാം, അവിടെ ആരല്ല കേട്ടോ. പിന്നെ അവിടെ എടുത്ത് നിൽക്കുന്നുണ്ട് ഓൾ. ഇതേപോലെ ക്യാമറന്റെ മുന്നിൽ വരാതെ മടിച്ചിരിക്കാണ്. ക്യാമറ തിരിച്ചാ ക്യാമറ. ഓള് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പറഞ്ഞ കേട്ടോ. അപ്പൊ അതിൽ കാണാം. ഓക്കെ, ചാനൽ തുടങ്ങിയിട്ടില്ല, അതിന് മുന്നേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ചാനൽ തുടങ്ങിയാൽ പറയേണ്ട പേരെന്നത്. അപ്പോൾ അത് ആദ്യം കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, എന്നിട്ടുള്ളൂ വീഡിയോ ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത് ഉണങ്ങട്ടെ. ഉണങ്ങണ വരെ വെറുതെ ഇങ്ങനെ ഇരിക്കണം. ഇതിനാണ് നമ്മൾ വെള്ളം കോരാൻ പോണോ? ഉണങ്ങണതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വെള്ളം അലക്കാൻ പോണം.
എന്നാ അപ്പോൾ കോരാം. എപ്പോഴേലും കോരിയാൽ പോരെ, എന്തായാലും തുടങ്ങാൻ വെക്കട്ടെ ഗൈസ്. ഗൈസ് മുഖമൊക്കെ കഴുകി വന്നു ഗൈസ്. ഇനി അടുത്തത് മേ ബി കുളിക്കണം. അല്ല കുളിക്കലാവില്ല, ആദ്യം പോയിട്ട് തുണി തിരുമ്പണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം നിറച്ച് വെക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അതോടൊപ്പം ഇന്നത്തെ ദിവസം കഴിയും. വേണ്ടി നാളെ എനിക്ക് ഫുൾ ഗ്രൂമിങ്ങിൽ പോകണം. ബിക്കോസ് നാളെ യൂണിഫോം കിട്ടും. അപ്പോൾ നാളെ അത് ഇടണം, ഇട്ടിട്ട് വേണം പോകാൻ. സോ നമ്മൾ നാളെ നേരത്തെ കാലത്ത് നീക്കണം. സോ ഇന്ന് നേരത്തെ കാലത്ത് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നതൊക്കെയാണ് പരിപാടികൾ. നമുക്ക് ആ പരിപാടിയിലോട്ട് പോകാം. അലക്കാൻ ഞങ്ങൾക്ക് അടിയിൽ തന്നെ നല്ലൊരു അലക്ക് കല്ലുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഒരു മിനി വാഷിംഗ് മെഷീൻ മേടിച്ചാൽ. ഇൻസ്റ്റയിൽ ഇങ്ങനെ കാണാമല്ലോ, കുഞ്ഞു കുഞ്ഞു വാഷിംഗ് മെഷീനുകൾ കാണാമല്ലോ. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖം. കാരണം ഡെയിലി അലക്കിയാൽ കുറേ ഡ്രസ്സുകളൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ തിരുമ്പണം. കാരണം കുറേ ഡ്രസ്സ് കൊണ്ടുവരാത്ത കാരണം കൊണ്ട് റിപ്പീറ്റേഷൻ ഇടണം എന്നുണ്ടെങ്കിൽ ഈ കുപ്പായങ്ങൾ തന്നെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അലക്കൂട്ടോ. അലക്കാൻ പിന്നെ ഞങ്ങൾക്ക് വലിയ മടിയില്ല. കാരണം എല്ലാവരും അലക്കാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ വലിയ മടിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് കിണറ്റിൽ നിന്നാണ് കേട്ടോ വെള്ളം, പൈപ്പിൽ കൂടെ അല്ല. അപ്പോൾ കിണറ്റിൽ പോയിട്ട് ഞങ്ങൾ കോരണം. ഞാൻ മാത്രമല്ല, എല്ലാവരും കോരുട്ടോ. ഓരോ ദിവസം ഓരോ ആൾക്കാരായിട്ട് തന്നെ കോരും. ഇത് കോരാൻ നല്ല സുഖമാണ്. കാരണം മേലെ തന്നെ വെള്ളം നിൽക്കുന്നുണ്ട്. ഒരുപാട് അടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വെള്ളം കോരാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ബാർട്ടർ കൊളാബ് പോലെ ഒരെണ്ണം ഞാൻ ചെയ്യും, ഒരെണ്ണം അപ്പുറത്താൾ ചെയ്യും. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കോരാറ്. അപ്പോൾ ഇത്ര ഞാൻ കോരി, അടുത്തത് ഇവള് കോരും. മറ്റവൾ കോരാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കണം. കയ്യിൽ ഫുള്ള് തുണി കൊടുത്തിരിക്കണം പാവം. അത് സ്ട്രാറ്റജിക്കൽ മൂവ് ആണെന്ന് ഡൗട്ട് ഉണ്ട്. യെസ് ഗസ്, ഞങ്ങളുടെ പാത്രം നിറഞ്ഞു. ഓക്കെ, ഇവിടെ കുപ്പിയും കൂടി നിറക്കാണ്ട്. വെള്ളം നിറക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ തുണികൾ കുറച്ച് മടക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് വെക്കാറില്ല. കാരണം വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും എന്നറിയാം. ഷെൽഫിലാകെ ആ കബോർഡില്ല. അതേപോലെ 2 അറയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേണം എടുത്തു വെക്കാൻ. അപ്പോൾ പെട്ടെന്ന് മടക്കി വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നേരെ പോയി ഞാൻ വേഗം കുളിച്ചു വന്നു. 2 ദിവസം അതിന് തല നനച്ചിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് തല നനക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തല നനച്ച് വന്ന് അവിടെ മോയ്സ്ചറൈസറും ലിപ് ബാമൊക്കെ യൂസ് ചെയ്യുന്നത് മസ്റ്റാട്ടോ. കാരണം നമ്മൾ മേക്കപ്പ് ഇട്ടല്ലേ പോണത്. ലിപ് ബാം എന്തായാലും ഞങ്ങൾ കാരണം ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിക്കണം. ഇത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ക്രീമാണ് കേട്ടോ. ഈ ഒരു കുപ്പി ഞാൻ ആമസോണിന്നോ മീഷോന്നോ എനിക്ക് ഓർമ്മയില്ല, മമ്മയെ മേടിച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടേണ്ടത്. നല്ല യൂസ്ഫുള്ളായ കുപ്പിയായിട്ട്. എൻ്റെ ഷാമ്പു കണ്ടീഷണറൊക്കെ അങ്ങനത്തെ കുപ്പിയിലിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഞാൻ മാൽക്കിസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ബിസ്ക്കറ്റ്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് കഴിച്ചു. അപ്പം തന്നെയാണ് എല്ലാവരും മന്തി കഴിക്കല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ മന്തി കഴിക്കാൻ വേണ്ടി പോയി. അതിന് സമയം കളഞ്ഞില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോണ ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയം 10:15 ആയിക്കണ്. 10:15 അപ്പം ഞാൻ നാളെ രാവിലെ ഒരു 5 മണിക്കെങ്കിലും നീറ്റ്, ഒരു 5:30 6 മണിക്ക് അതെ ഞങ്ങൾ നീക്കാം. 5 മണി പറഞ്ഞാൽ ഒരു 6 മണിക്ക് നീക്കുക. അപ്പം അങ്ങനെ ആ സമയത്ത് ഇട്ട് ഒരുങ്ങി മാറ്റിയിട്ട് വേണം പോകാൻ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും 10 മണി എന്ന് പറയുമ്പോൾ 10:30 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്താറ്. അപ്പം ഇപ്രാവശ്യം പറ്റില്ല, കറക്റ്റ് 10 മണിക്ക് എത്തണം. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ചെയ്യേണ്ട കാരണം കൊണ്ട് നേരത്തെ കാലത്ത് കയറി എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. റൂം ടൂറും അതിൻ്റെ യൂണിഫോം നാളെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒക്കെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വരാം. വെയിറ്റ് ഫോർ മൈ വീഡിയോസ്. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.